രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ആശയക്കുഴപ്പം തുടരുന്നു. കടലിളകി വന്നാലും നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയപ്പോൾ രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം തന്നെ ഈ ആശയക്കുഴപ്പത്തിന്റെ തെളിവായി മാറുകയാണ്. ഇതിനിടയിൽ വീക്ഷണം ദിനപത്രം രാഹുലിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയതിലും ഒരു വിഭാഗം നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്കെതിരെ CPM BJP രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായെന്ന വാദങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഇനി മറുപടി പറയേണ്ടി വരും. അതായത് രാഹുൽ വിഷയത്തിൽ രണ്ടു തട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കെ മുരളീധരനും VD സതീശനും രമേശ് ചെന്നിത്തലയും വളരെ ശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അതേസമയം അടൂർ പ്രകാശ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K സുധാകരൻ അടക്കമുള്ള മറ്റൊരു വലിയ വിഭാഗം രാഹുലിനെ പിന്തുണയ്ക്കുന്നു. സമാനമായ നിലപാട് ഇപ്പോൾ വീക്ഷണം ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിൽ വന്നിരിക്കുന്നു. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, തെരഞ്ഞെടുപ്പ് എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള, അത്തരത്തിലുള്ള വലിയ വിവാദ വിഷയങ്ങൾ CPMനെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്കൊരു ആയുധം വീണ് കിട്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 4 മാസമായി അന്തരീക്ഷത്തിലുള്ള കേസാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തപ്പോൾ പരാതിയുമായി യുവതി രംഗത്തെത്തുന്നു. ഇതടക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. ഇതിന് കോൺഗ്രസിൽ സ്വീകാര്യതയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി വരുന്ന ഹൈക്കമാൻഡിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അതിൽ ഹൈക്കമാൻഡ് പ്രതിനിധി വ്യക്തമാക്കുന്നത് കേരളത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വളരെ ഗൌരവത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ പ്രാധാന്യത്തോടെയാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ഈ വിവാദങ്ങൾ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ കർശനമായൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് നിലവിൽ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന തെറ്റുകൾക്ക് പാർട്ടി മറുപടി പറയേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ അടക്കം കഴിഞ്ഞ ദിവസം കർശനമായ ഭാഷയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. മറിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുത്തുന്നത് തികച്ചും വ്യക്തിപരം മാത്രമാണ്. അത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത. പാർട്ടിയുടെ മുഖപത്രത്തിൽ എങ്ങനെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടൊരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു, അതാണ് ഇനി വലിയ തരത്തിൽ ചർച്ചയാകാൻ പോകുന്നത്. അതിനെതിരെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിനടക്കം നേരിട്ട് രേഖാമൂലം ലഭിച്ച ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഈ നിയമപരമായ പരാതി രാഹുലിനെതിരെ ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിൽ നടപടി ഉറപ്പുവരുത്തിയത്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നടക്കം മാറ്റിയത്. പിന്നെ എങ്ങനെ അതൊരു ഗൂഢാലോചനയാകും എന്ന ആക്ഷേപം, വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ മുഖേന സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ, മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിനെതിരെ CPM BJP ഗൂഢാലോചന നടന്നു, അതിൽ BJPയുടെ ബന്ധം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില ഫോൺ റെക്കോർഡുകൾ അടക്കം തന്റെ കൈവശമുണ്ട് എന്നൊക്കെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം രാഹുലിനെതിരെ നടപടിയെടുത്തത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം വരുമ്പോൾ തന്നെ താന് പ്രതിപക്ഷ നേതാവ് അടക്കം അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം കൂടിച്ചേർന്നാണ് നടപടിയിലേക്ക്. അന്നൊരു പരാതി പോലും ഉണ്ടായിരുന്നില്ല. പരാതി ലഭിക്കുന്നത് മിനിഞ്ഞാന്ന് മാത്രമാണ്. പരാതി ഇല്ലാതെ തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അത്തരം നടപടികൾ എടുത്തൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ പിന്നീട് ഉണ്ടായിരിക്കുന്ന ഈ അഭിപ്രായ ഭിന്നത, വിവിധ സ്ഥലങ്ങളിലുണ്ടാകുന്ന അഭിപ്രായ രൂപീകരണം, അതെന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രാഹുലുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണയുണ്ടെന്ന് പറയുന്നു. രാഹുൽ അനുകൂലികൾ വലിയ തോതിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ മെറിറ്റുകളിലേക്കും ഡീമെറിറ്റുകളിലേക്കും കടന്നുപോയി പോസ്റ്റുകൾ ഇടുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ രാഹുലിന് ഒരു ജനപിന്തുണയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന നേതാക്കളാണോ ഇത്തരം നിലപാടുമായി മുന്നോട്ട് വരുന്നത്? അതിൻ്റെ ഒരു പ്രതിഫലനമാണോ ഇനിയിപ്പോൾ വീക്ഷണത്തിൽ കണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല. അതായത് ഇത് കൃത്യമായി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുക്കാൻ ഇടയായതിന്റെ കാരണം
ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇപ്പോൾ നിയമപരമായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ ലഭിച്ച പരാതിയല്ല. അതാണ് അതിലെ ആദ്യത്തെ വസ്തുത. ആ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നത്. അത് കുറച്ചുകൂടി ഗൌരവ സ്വഭാവത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഇതൊരു കേസായി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതിന് മുമ്പേ കടന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം ഒരുപോലെ തന്നെ ബോധ്യവുമുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ, അതായത് നിലവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഈ യുവതിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് എന്നാണ് അതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത്. അതായത് ഈ ഗൂഢാലോചനാവാദത്തെ ന്യായീകരിക്കുന്നവർ പറയുന്നത്. ആ കേസിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിനെ മുഴുവൻ പ്രതിരോധത്തിലാക്കുക എന്നൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിൽ പ്രതികരണം നടത്തുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതായത് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാഥമികമായ അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇതേ പരാതി പിന്നീട് മറ്റൊരു തരത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക? അതല്ല എങ്കിൽ ഗൌരവ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള മറ്റെന്തെങ്കിലും നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുകയോ അതല്ലെങ്കിൽ കൂടുതൽ സമാന സ്വഭാവത്തിലുള്ള പരാതി നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ എത്തുകയോ ചെയ്യാതെ ഇതിനപ്പുറത്തേക്കൊരു നടപടിയുടെ എന്താവശ്യം എന്നൊരു നിലപാടാണ് അതിനെ എതിർക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ അഡമന്റായ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യം തന്നെ ഈ നടപടി ഉറപ്പുവരുത്തുകയും അത് പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ വരെ ബോധ്യപ്പെടുത്താനും സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ആശയക്കുഴപ്പം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അവരുടെ വാദം. പക്ഷേ ദൌർഭാഗ്യവശാൽ അങ്ങനെ ഒരു കാര്യം പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ പ്രവർത്തകരെ വരെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ ഒരു പിഴവാണ് ഇങ്ങനെയൊരു ആശയക്കുഴപ്പം കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത്. അതാണ് പ്രധാനം. അപ്പോഴും ഡാന്, ഇവിടെ നമുക്കറിയാം പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോഴും രാഹുലിനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സജീവമായിരുന്നു. പല വിഷയങ്ങളിലും രാഹുൽ ഇടപെടുകയും CPM-നെയും BJP-യെയും മറ്റും വെല്ലുവിളിച്ച് സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇന്നലെ KC വേണുഗോപാലാണ് ആ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സസ്പെൻഷനിലായ ഒരാൾ പ്രചരണത്തിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാകുന്ന കാര്യത്തിനോട് താൻ അനുകൂലമല്ല എന്നുള്ളത്. അപ്പോൾ ഈ പ്രചരണത്തിന് ഇറങ്ങാനും രാഹുലിനെ കൂടുതൽ സജീവമാക്കാനും മുൻകൈയെടുത്ത ഒരു കൂട്ടം നേതാക്കന്മാരുണ്ട്. അവരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ പരാതിയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും. അതായത് മുഖ്യധാരയിലുള്ള ഒരു നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അത്തരത്തിൽ ഒരു വേദി പങ്കിടുകയോ അതല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രചാരണ പരിപാടികളോ അതെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഭിന്നതയുണ്ട് എന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് പല നേതാക്കളും രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും മുതിർന്ന നേതാക്കൾ പലരും രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരവസ്ഥയാണ്, സംശയമില്ല അക്കാര്യത്തിൽ. അത് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, രാഹുലിനെ ഹൈക്കമാൻഡ് കൈവിടുന്നു എന്നാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ആൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടും പല നേതാക്കളും രാഹുലിനെ പിന്തുണയ്ക്കുന്നു. വീക്ഷണം മുഖപത്രം എഴുതുന്നത് കോൺഗ്രസിലെ പുതിയ മുഖങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും എതിർകക്ഷികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്ന് വീക്ഷണം പറഞ്ഞു വെക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സഹിക്കാനാകാത്ത CPM, അത് ആ തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചന, ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നു. CPM-ൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ഛർദിയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങൾ. തെരഞ്ഞെടുപ്പ്, അതായത് ഈ ലൈംഗിക ആരോപണം വ്യാജമാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് വീക്ഷണം കേട്ടോ. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികളെയും അവരുടെ നിരപരാധികളായ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിക്കുകയും സമൂഹത്തിന് മുന്നിൽ മോശക്കാരെ ചിത്രീകരിക്കുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐസ്ക്രീം പാർലർ കേസ്, സോളാർ കേസ് എന്നിവ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം CPM 2 തവണ അധികാരത്തിൽ വന്നിട്ട് പോലും ഈ കേസുകളിൽ ഒരു തുണ്ട് കടലാസ് തെളിവ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി തന്നെ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകുന്നു
മുഖപ്രസംഗത്തിലൂടെ പാർട്ടിയുടെ മുഖപത്രം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞ പല കാര്യങ്ങളും തള്ളിയാണ് യുവതിയുടെ മൊഴി എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 2024 ഓഗസ്റ്റ് 22-നാണ് താൻ വിവാഹിതയായത്. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത്. ക്ഷമിക്കണം, 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. അതിനുശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നത്. പിന്നീട് 5 മാസത്തിന് ശേഷമാണ് പരിചയപ്പെടുന്നതെന്ന് പറയുന്നു എന്നും യുവതി മൊഴി നൽകുകയാണ്. ഇത്തരത്തിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന പല കാര്യങ്ങളും കള്ളമാണെന്ന് പൊളിക്കാനുള്ള മൊഴി പെൺകുട്ടി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതും പ്രധാനപ്പെട്ടതാണല്ലോ ഡാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ മാധ്യമ ചർച്ചകളിലടക്കം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ യുവതി ഭർത്താവുമായി ഒന്നിച്ച് കഴിയുന്നതിനിടയിലാണ് രാഹുലുമായി ആ ബന്ധം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കുന്നത്. ഭർത്താവുമായുള്ള ബന്ധം മറച്ചു വെച്ചുകൊണ്ട് വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് അടുക്കുന്നത്. അങ്ങനെ ഒരു ആളെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹം കഴിക്കാൻ കഴിയും എന്ന വാദമാണ് രാഹുൽ ഈശ്വർ അടക്കം ഇന്നലെ മുതൽ ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ രാഹുലിന് വേണ്ടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത അഭിഭാഷകന്റെ ആ വാദങ്ങളിൽ തന്നെ, അതായത് ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ രാഹുൽ അനുകൂലികളുടെ വാദം കൃത്യമായി തന്നെ പ്രതിരോധത്തിലാക്കുന്ന, വെട്ടിലാക്കുന്ന ചില പരാമർശങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതായത് ഈ യുവതിയെ വിവാഹിതയായിരുന്ന ഈ യുവതിയുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന ബോധ്യം ഉണ്ടായതിനെ തുടർന്നാണ് രാഹുലും ഈ യുവതിയുമായി സൗഹാർദ്ദത്തിലാകുന്നത്. അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരോട് അനുകമ്പ തോന്നിയാണ് രാഹുൽ അവരോട് സൗഹാർദ്ദത്തിലാകുന്നത്. പിന്നീട് ആ ബന്ധം വളരുകയായിരുന്നു എന്ന തരത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ പരാമർശം. അതേസമയം ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴിയാണ് ഇനി പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതായത് 2024 ഓഗസ്റ്റ് 22-ാം തീയതി യുവതിയുടെ വിവാഹം കഴിയുന്നു. അതിനുശേഷം 1 മാസം മാത്രമാണ് താൻ ഭർത്താവുമായി ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റു ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആ ബന്ധം മുമ്പോട്ട് തുടരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നത്, അടുക്കുന്നത്. പിന്നീട് അതൊരു വലിയ അടുത്ത ബന്ധത്തിലേക്ക് മാറുന്നത്. ഇതാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ പിന്നെ എങ്ങനെ ഭർത്താവ് ഇരിക്കെയാണ് രാഹുലുമായി അടുത്തതെന്ന വാദം നിലനിൽക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം. സ്വാഭാവികമായി അന്വേഷണം തുടരുകയാണ്. അതിൽ യുവതി നൽകിയിരിക്കുന്ന മൊഴി വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൈമാറിയിരിക്കുന്ന തെളിവുകൾ കൃത്യമായി ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യം, യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്ന് പറയുന്നത് 2025 മെയ് മാസം 30-ാം തീയതിക്ക് ശേഷമാണ്. അതിനുശേഷം തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറെയാണ് യുവതി ചികിത്സയുടെ ഭാഗമായി കണ്ടിരിക്കുന്നത്. ആ ഡോക്ടറുടെ മൊഴി ഈ കേസിൽ നിർണായകമായി മാറും. ആ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നിയമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി ഘട്ടത്തിൽ പുറത്തുവരുന്നു.